എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സദ്യ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വിഷുവിന് ഇതേപോലൊരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാമ്പാറിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സാമ്പാറിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വഴന്നു പോണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്, അത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കാൻ വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ സാമ്പാർ പൊടിയിലും കായം ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പരിപ്പ്, തുവരപ്പരിപ്പാണ്, അത് നന്നായിട്ട് വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ആ പരിപ്പ് വേവിച്ച പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സാമ്പാറിന് ആവശ്യമായ തക്കാളി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അത് ഈ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇവിടെ ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതും സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് താളിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒരു അടുപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് ഇതേപോലൊരു സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്